ഹായ് കൂട്ടുകാരെ, ഞാനിവിടെ ഇന്നൊരു മുട്ടക്കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അത് ഞാൻ എടുത്തേക്കുന്നത് 2 തക്കാളി, 2 വറ്റൽമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇത് പുഴുങ്ങിയ മുട്ടയാണ്, 2 പച്ചമുളക്. അപ്പോൾ ഇത് നമുക്ക് ഈ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളക് എല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കാം. ഞാൻ ഇവിടെ ഇത് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൽ പാത്രം വയ്ക്കാം ഇത് വേവിക്കാനുള്ളത്. ഇവിടെ അടുപ്പിൽ ഞാൻ പാത്രം വെച്ചു, എണ്ണ ഒഴിച്ചു. ഇനി ഇതിനകത്തേക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ചതച്ച് വെച്ച മുളകാണ് ചതച്ച് 2 മുളക് ചതച്ചതാണ്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഇടുകയാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്കിവിടെ ആവശ്യത്തിന് മുളക് പൊടി, ഞാനൊരു 1/2 സ്പൂണില്ല മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. തീ കുറച്ച് വെച്ചേക്ക്. അതിനകത്തേക്ക് നമ്മുടെ മസാലപ്പൊടി ആവശ്യത്തിന്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അടിച്ച് വെച്ചേക്കുന്ന തക്കാളിയും ഇഞ്ചിയെല്ലാം കൂടെ അടിച്ച് വെച്ചേക്കുന്ന ഇതിനകത്തോട്ട് ഒഴിക്കണം. മിക്സിയിൽ അടിച്ച് വെച്ചേക്കുന്ന സാധനം അതിനകത്ത് ചേർത്തു. ഇനി ഇതിനകത്ത് കുറച്ച് ഉപ്പൂടെ ഇട്ടിട്ട് തീ കുറച്ച് ഇതിങ്ങനെ നല്ലോണം പറ്റിച്ചെടുക്കണം. മുട്ട ഞാനിത് ഇവിടെ ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട്, പിച്ചാത്തി വെച്ച് ചെറുതായിട്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പറ്റിയിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് കുറച്ച് ഈ മുട്ടയും കൂടെ എടുത്തിടാം. നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് മുട്ടയും കൂടെ കറക്കി ഇടാം. അതിനകത്ത് യോജിപ്പിച്ച് അങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. നമുക്കിത് കുറച്ച് കറി മതി, അതുകൊണ്ടാണ് ഞാൻ 2 മുട്ട എടുത്തത്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്, മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.